സർക്കാർ മദ്യനയം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് KPCC നേതൃയോഗം ചേർന്നത്. സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ യോഗം തീരുമാനിച്ചു. മദ്യനയം സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിന് പ്രസക്തിയില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. എല്ലാ കക്ഷികളും ഒരേപോലെ അംഗീകരിച്ചതാണ്. അത് സംബന്ധിച്ചൊന്നും ഏതെങ്കിലും തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യം എടുത്ത തീരുമാനങ്ങൾ ധീരമായി ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകേണ്ടെന്ന കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ല, ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയില്ലല്ലോ. UDF ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞതാണ്. കഴിഞ്ഞ മീറ്റിങ്ങിലെ തീരുമാനത്തിൻ്റെ ഭാഗമാണത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായത്തിൻ്റെ ചോദ്യത്തിനേ പ്രസക്തി. സുപ്രീം കോടതിയിലെ കേസുകളിൽ ബാർ ഉടമകൾക്ക് വേണ്ടി കോൺഗ്രസ് ബന്ധമുള്ള അഭിഭാഷകർ ഹാജരാകരുതെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ KPCC ഉന്നയിച്ചു. കപിൽ സിബൽ, അഭിഷേക് സിംഗ്വി തുടങ്ങിയവരെ ബാർ ഉടമകൾ സമീപിച്ചുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. നവംബർ 4 മുതൽ ഡിസംബർ 2 വരെ KPCC പ്രസിഡന്റ് നയിക്കുന്ന യാത്ര നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മദ്യനയം, ജൈവകൃഷി, പ്ലാസ്റ്റിക് നിയന്ത്രണം തുടങ്ങിയ ക്യാമ്പയിനുകൾ ജാഥയിൽ ഉന്നയിക്കും. പാർട്ടിക്ക് വേണ്ട ഫണ്ട് പിരിവും ഇതിലൂടെ നടത്തും. ബാർ തൊഴിലാളി പുനരധിവാസ ഫണ്ടിലേക്കും കാശ്മീർ ദുരിതാശ്വാസ ഫണ്ടിലേക്കും 5 ലക്ഷം രൂപ വീതം നൽകാനും KPCC തീരുമാനിച്ചു. ബ്ലോക്ക് DCC തല പുനഃസംഘടന കഴിയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം DCCകൾക്ക് നൽകുമെന്നും VM സുധീരൻ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.